ഇനി സ്നേഹിതന്മാര്, ഈ ഒരു തെറ്റിദ്ധാരണുള്ളത് ഈ സക്കാത്ത് കൊടുക്കണമെങ്കിൽ ഈ ജീവിത ചെലവ് കഴിയണമെന്നാ. അങ്ങനെയല്ല, ജീവിത ചെലവ് കഴിഞ്ഞിട്ട് കൊടുക്കാന്നുള്ളതില്ല. കാരണം എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ഖുർആൻ കൃഷിനെ കുറിച്ച് പറഞ്ഞു, വാതു ഹഖഹു യൗമ ഹസാദിഹി, അത് കൊയ്യണ സമയത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ ഇമാമികളും എല്ലാ പണ്ഡിതന്മാരും പറയും കർഷകന് 6 കിൻഡൽ അരി കിട്ടാനുള്ള നെല്ലുണ്ട്, 8 കിൻഡൽ നെല്ല്. അത് 1-2 കൊയ്ത്തിനാണെങ്കിൽ വരെ ഓൻ സക്കാത്ത് കൊടുക്കണമെന്നാ. ഓന്റെ വീട്ടിലത്തെ ചെലവ് കഴിച്ചിട്ട് പോരാ, ഓൻ ദരിദ്രനല്ലേ. ദരിദ്രനാണെങ്കിലും ഇത്ര ഉണ്ടെങ്കിൽ കൊടുക്കണം. പിന്നെ അവന് സക്കാത്ത് കമ്മിറ്റി നിന്ന് വാങ്ങും ചെയ്യാം. 5 ഒട്ടകളുള്ള ദരിദ്രനല്ലേ, പഴയ സക്കാത്ത് കൊടുക്കണ്ടേ. 40 ആടുള്ള സക്കാത്ത് കൊടുക്കണ്ടേ. ഓൻ വലിയ മുതലാളിയെ 40 ആടുള്ളന്ന്. അപ്പൊ നിസാബ് പൂർത്തിയാക്കാൻ സക്കാത്ത് അവനാന്റെ വിഹിതം കൊടുക്കുക, പിന്നെ അവൻ ഇങ്ങോട്ട് എടുക്കും ചെയ്യാം. അപ്പൊ ഒരു കർഷകനാണെങ്കിൽ ആരും പറഞ്ഞിട്ടില്ല ഓന്റെ ചെലവ് വെച്ചിട്ട് കൊടുത്താൽ മതി എന്ന്. 6-8 കിൻഡൽ നെല്ലുണ്ടെങ്കിൽ അത് 1-2 കൊയ്ത്തിനാണെങ്കിൽ കൊടുക്കണം എന്നാ. അതേ സമയത്ത് 5000-10000 ഒക്കെ ശമ്പളം വാങ്ങുന്നവര്, നല്ല വ്യവസായികള്, കച്ചവടക്കാര്, ശമ്പളക്കാരൊക്കെ അവരെ ചെലവ് വെച്ചിട്ട് കൊടുത്താൽ മതി എന്ന് പറയുകയാണെങ്കിൽ എന്താ പടച്ചോന് കർഷകനോട് വലിയൊരു വൈരാഗ്യമാണോ? കർഷകൻ ചേറും ചളിയൊക്കെ ശരീരത്തിലുണ്ടാവുകയും ശമ്പളക്കാരും വ്യവസായികളും കച്ചവടക്കാരൊക്കെ ഇസ്തിരിട്ട് നടക്കുകയല്ലേ. അപ്പൊ അവര് ജീവിത ചെലവ് കഴിച്ചിട്ട് കൊടുത്താൽ മതി എന്നല്ല പറയോ? ഇല്ല, അപ്പൊ തെറ്റിദ്ധാരണയാണ്. ജീവിത ചെലവ് കഴിക്കുക എന്നുള്ളത് സക്കാത്ത് ആരംഭിക്കാനല്ല, ആരംഭിക്കാൻ നിസാബ് എത്തുക എന്നുള്ളതാണ്. സക്കാത്ത് ആവർത്തിക്കാനാണ്. നിങ്ങൾക്ക് 10 ലക്ഷം റുപ്യ ഉണ്ട്, സക്കാത്ത് കൊടുത്ത് ശുദ്ധീകരിച്ച്, എങ്കിൽ പിന്നെ നിങ്ങൾ ജീവിത ചെലവെല്ലാം കഴിച്ചിട്ട് കൊല്ലം അവസാനം എന്താണോ ബാക്കിയുള്ളത് അതിന് വീണ്ടും കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ ധനങ്ങനെ കൻസാക്കി നിധിയാക്കി വെക്കൂലേ? ഈ ധനങ്ങട്ട് പുറത്തെടുക്കാൻ വ്യവസായത്തൊക്കെ ഇറക്കാണത് വെച്ചിട്ടുള്ളത്. ഇപ്പൊ ഒരാള് 6 കോടി ധനം ഉണ്ട് വിചാരിക്കുക, അയാൾ 6 കോടിക്ക് സക്കാത്ത് കൊടുത്ത് ബാക്കി 5 കോടി ഉണ്ട് വെക്കുക. 5 കോടി ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുമോ? അങ്ങനെയും ചില പണ്ഡിതന്മാർ ഇപ്പം പറയുന്നുണ്ട് സക്കാത്ത് ഒരു പ്രാവശ്യം കൊടുത്താൽ മതി. അപ്പൊ ഖുർആന്റെ തത്വത്തിന് തന്നെ എതിരായില്ലേ? ഇതിങ്ങനെ പൂട്ടി വെക്കാതെ കച്ചവടത്തിനും വ്യവസായത്തിലേക്കും എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സ്നേഹിതന്മാരെ, ജീവിത ചെലവ് കഴിക്കുക എന്നുള്ളത് സക്കാത്ത് ആരംഭിക്കാനല്ല, ആവർത്തിക്കാനാണ്. അല്ലാതെ ജീവിത ചെലവ് പലർക്കും പലതാവൂലോ. ഒരുത്തം ലളിത ജീവിതം നയിക്കുകയാണ്, അപ്പൊ അവന് സക്കാത്ത് കൊടുക്കണം. വേറെ മറ്റ് ശമ്പളക്കാരൻ 10000 റുപ്യ കിട്ടുന്നുണ്ട്, ഓനെ എല്ലാറ്റിനും വാഹനം ഉപയോഗിക്കാണ്, പിന്നെ എല്ലാറ്റിനും എന്റെ വീട്ടിൽ സ്വിച്ചാണ്, എല്ലാം കറണ്ടാണ്. അങ്ങനെയാണെങ്കിൽ എന്താ ജീവിത ചെലവിന്റെ മാനദണ്ഡം എന്താ? അപ്പൊ ജീവിത ചെലവ് എന്നൊരു മാനദണ്ഡാക്കാൻ പറ്റൂല, അത് ശുദ്ധീകരിച്ചതാണ്. അതുകൊണ്ട് ഈ സംഗതി നമ്മൾ കാര്യമായി മനസ്സിലാക്കുക. നബിന്റെ കാലത്ത് സ്നേഹിതന്മാർ ഒരു കൈ കൊണ്ട് വാങ്ങണം, മറ്റേ കൈ കൊണ്ട് കൊടുക്കുകയും ചെയ്യാത്ത, ഒരു കൈ കൊണ്ട് വാങ്ങ മാത്രം ചെയ്തൊരു കഷ്ടപ്പെടുന്ന സഹാബിയെ വരെ കാണൂല. ഒരു സഹാബിക്ക് 100 രൂപ കിട്ടേണ്ടതുണ്ട്, അങ്ങനെ 100 അല്ലെങ്കിൽ 10,000 റുപ്യ കിട്ടേണ്ടതുണ്ട്. പക്ഷെ 100 രൂപയാണ് കിട്ടിയത്. ഓന്റെ പ്രശ്നത്തിന് ഒന്നും പരിഹാരമാവൂല. എങ്കിലും ചിന്തിക്കുക, എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം ദുനിയാവിന്റെ കാര്യമല്ല. യൗമ യജ്അലുൽ വിൽദാന ശീബ, യുവാക്കന്മാർ യുവതികളൊക്കെ നരപ്പിക്കണ ഒരു ദിവസമുണ്ട് എന്ന് വിചാരിച്ച് ആ 100ന് എന്തെങ്കിലും എന്റെ കൈവനുസരിച്ചാണ് കൊടുക്കും. അല്ലാതെ ഒരു കൈ കൊണ്ട് വാങ്ങി ഒരു കൈ കൊണ്ട് വാങ്ങുക, എന്നിട്ട് മറ്റവനെ വിമർശിക്കാൻ മുതലാളി സക്കാത്ത് കൊടുക്കൂല, ധർമ്മം ചെയ്യൂല എന്ന് വിമർശിച്ചിങ്ങനെ നടക്കുക. അത് മാത്രല്ല, എത്ര കഷ്ടപ്പെടുന്ന സഹാബിയാണെങ്കിലും പൈസക്ക് സ്വർഗം വിലക്കെടുക്കാൻ സാധിക്കുന്ന ഗൗരവം മനസ്സിലാക്കിയത് കൊണ്ട് എത്ര കഷ്ടപ്പെടുന്നവനാണെങ്കിലും അതിനൊരു വിഹിതം കൊടുത്തതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുക. പിന്നെ ഖുർആൻ സത്യവിശ്വാസിയുടെ സ്വഭാവമായിട്ട് അല്ലദീന യുമിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂന, ഞാൻ അവർക്ക് നൽകിയതെന്ന് കൊടുക്കുന്ന. അപ്പൊ നിസ്കരിക്കുക എന്നുള്ളത് അദൃശ്യത്തിൽ വിശ്വസിക്കാനുള്ള മുതലാളിമാർക്ക് മാത്രമുള്ളതല്ലല്ലോ, എല്ലാവർക്കും ബാധകമാണ്. അപ്പൊ ഖുർആനിൽ എടുത്തു നോക്കിയാൽ എല്ലാ വിശ്വാസിന്റെയും സ്വഭാവമായിട്ട് ഖുർആൻ പറയാണ് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂന, ഞാൻ അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ധർമ്മം ചെയ്യുന്ന. അതുകൊണ്ട് ഈ വിഷയം നമ്മൾ കാര്യമായി ശ്രദ്ധിക്കുക സ്നേഹിതന്മാര്. ഇസ്ലാം ധനത്തിന് വലിയ പ്രാധാന്യം തന്നെ കൽപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമുക്ക് സൂക്ഷിച്ചു വെക്കാം. അതുപോലെ ദാലിക ഫദ്ലുൽ അല്ലാഹുവിന്റെ മഹത്വ അനുഗ്രഹം എന്ന് പറഞ്ഞ് അല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ, നിങ്ങളെ ജീവന്റെ നിലനിൽപ്പാണ് ധനം എന്ന് പറഞ്ഞ്. അതുകൊണ്ട് ധനം ശരിക്കും നിങ്ങൾ നല്ലവർക്ക് കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞ് ഖിയാം എന്നുള്ള പദം ഖുർആനിൽ പിന്നെ പ്രയോഗിച്ചത് കഅബക്കാണ്. അപ്പൊ അള്ളാഹിനെ മാത്രം വിളിച്ചു നേടാനും ആദ്യമായി സ്ഥാപിച്ച കഅബക്ക് പ്രയോഗിച്ച പദമാണ് ധനത്തിന് പ്രയോഗിച്ചുള്ളത്. പക്ഷെ ഇസ്ലാമിൽ ഒരു പിടിവാശിയുണ്ട്. എന്താണ് ആ പിടിവാശി? നമ്മുടെ ധനം ഈ ക്ഷണികമായ 100-200 കൊല്ലം ഭൗതിക ജീവിതം, ആ ജീവിതത്തിലേക്ക് മാത്രം ഉപകരിച്ചാൽ പോരാ, പരലോകത്തേക്ക് ഉപകരിക്കണം. അപ്പൊ ചില നിർബന്ധ സക്കാത്ത് അല്ലെങ്കിൽ നിർബന്ധ ദാനധർമ്മം ഉണ്ടെങ്കിലും മനുഷ്യൻ കൊടുക്കുന്നല്ല. കാരണം സുന്നത്ത് നിസ്കരിച്ചാൽ നമുക്ക് താല്പര്യം ഉണ്ടല്ലോ.
പക്ഷെ സുന്നത്തായ ധർമ്മം ചെയ്യാത്ര പ്രാധാന്യം ഉണ്ടാവില്ല. അതിനെത്രയും റെഡിയാണ്. ഇത് സൂക്ഷ്മജ്ഞായ പടച്ചോനറിയാം. അപ്പൊ പടച്ചോൻ നിർബന്ധമായ ഒരു ദാനധർമ്മം വെച്ച് അത് കൊടുക്കാത്തവൻ മുശ്രിക്കാണ്, പരലോക നിഷേധിയാണ്, ഓൻ തീയിലിട്ട് കരിക്കപ്പെടും എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ധനം ഇങ്ങോട്ട് പുറത്തെടുക്കാനുള്ള മടി അള്ളാഹ്ക്ക് അറിയാം. അതുകൊണ്ട് ആ സക്കാത്തിന്റെ വിഷയം നമ്മൾ കാര്യമായി ശ്രദ്ധിക്കുക. അങ്ങനെ ഓരോ രംഗത്തും ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ ശരിക്കും മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി യഥാർത്ഥ മുത്തഖികളായി ജീവിച്ച് മരിക്കാം. പഠിച്ചാൽ മഹത്തായ ഭംഗി ഞങ്ങൾക്ക് എല്ലാവർക്കും ദാനം ചെയ്യണമേ.